അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മരണമെന്നുള്ളത് ചില മനുഷ്യരുടെ എല്ലാ പ്രതീക്ഷകളുടെയും സുഖങ്ങളുടെയും അവസാനമാണ്. മരണം ചില മനുഷ്യരുടെ പ്രതീക്ഷകളുടെയും ആനന്ദങ്ങളുടെയും തുടക്കവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണം എങ്ങനെയായി തീരണമെന്നത് വളരെ ഗൗരവത്തോടുകൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരാത്മാവും മരണത്തിൻ്റെ രുചി അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. രുചി വ്യത്യസ്തമാണ്. കയ്പൊരു രുചിയാണ്, മധുരമൊരു രുചിയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രുചികളുണ്ട്. നമ്മുടെ മരണത്തിൻ്റെ രുചി അത് മധുരമാകണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാകേണ്ടതുണ്ടോ എന്ന് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാം തീരുമാനിക്കേണ്ടതുണ്ട്. ധിക്കാരിയായ ഫിർഔൻ, ആ ഫിർഔനിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആ ഫിർഔൻ മരണപ്പെട്ടപ്പോൾ അവൻ്റെ കണ്ണിലേക്കും അവൻ്റെ കാതിലേക്കും കടലിലെ വെള്ളം ഊർന്നിറങ്ങിയപ്പോൾ അവൻ മുക്കി അവനെ നശിപ്പിച്ചപ്പോൾ ആകാശമോ ഭൂമിയോ ഒരിറ്റ് കണ്ണുനീര് പൊടിച്ചിട്ടില്ല. അത്രയും വലിയ അഹങ്കാരിയായ ഫിർഔൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പോലും ഈ ലോകത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മരണവാർത്ത സംഭവിച്ചാൽ എന്താണ് ഈ ലോകത്തുണ്ടാവുക? നമ്മുടെ മരണവാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർ ഏതാനും സമയം അവർ കണ്ണുനീർ പൊടിക്കും, അവർ കരയും. അറിയുന്നവർ നമ്മുടെ ഫോട്ടോ അവരുടെ സ്റ്റാറ്റസിലേക്ക് വെക്കും. നമ്മുടെ മരണവാർത്തയുടെ മെസ്സേജിൻ്റെ താഴെ ഏതാനും പ്രാർത്ഥനയുടെ സ്റ്റിക്കറുകൾ വരും. അതിനപ്പുറം എൻ്റെയും നിങ്ങളുടെയും മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുക? അതിനപ്പുറം അവർ നമ്മളെ മറക്കും. നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ അറിഞ്ഞവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഓർമ്മകളിൽ പോലും ഇല്ലാതെ ഞാനും നിങ്ങളും മാറിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലെ തണുത്തുറച്ച ഒരു മയ്യത്തായി എൻ്റെയും നിങ്ങളുടെയും ശരീരം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു 2-4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റും. ഡോക്ടർമാർ, ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ, അയാൾ വരികയും പരിശോധിക്കുകയും ECG എടുത്ത് നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ഏതാനും സമയങ്ങൾക്കപ്പുറം അവർ നമ്മുടെ കുടുംബത്തെ മരണവാർത്തയെ അറിയിക്കും. ബന്ധുക്കൾ നമ്മുടെ മരണവാർത്തയെ അറിയും. പിന്നീട് അവിടെ ഡ്യൂട്ടിയിലുള്ള നേഴ്സ് വരികയും നമ്മുടെ ശരീരം തുടച്ചു വൃത്തിയാക്കി നമ്മുടെ ശരീരത്തിലെ ട്യൂബുകൾ എടുത്തുമാറ്റി കണ്ണുകൾ അടച്ച് താടി കെട്ടി വിരലുകളിൽ ടാഗ് നൽകി മോർച്ചറിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ കൊണ്ടുപോകും. എന്തേ ഒരല്പസമയം കൂടെ അവിടെ വെച്ചാൽ, എന്തേ ഒരല്പസമയം ഒന്ന് കാത്തു നിന്നാൽ നമ്മുടെ അഴകുള്ള മുഖം അതിൻ്റെ നിറം മാറും. ആ മുഖം അഴുകാനുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും, ദുർഗന്ധം വരും, ബാക്ടീരിയകൾ പെരുകും. പ്രിയമുള്ളവരെ, അവിടെയുള്ള രോഗികൾക്ക് പോലും, കണ്ടു നിൽക്കുന്നവർക്ക് പോലും പേടിയുള്ളൊരു രൂപത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും രൂപം മാറുമെങ്കിൽ അതാണ് മനുഷ്യരെ ഞാനും നിങ്ങളും, അതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് അഹങ്കാരങ്ങൾ മാറ്റി, വാശി മാറ്റി ഇനിയുള്ള സംസാരത്തെ ഒന്ന് ശ്രദ്ധിക്കണേ. പ്രിയമുള്ളവരെ, ഈ ജീവിതം പരീക്ഷണമാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കൂടിച്ചേരുന്നൊരു ബീജത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് നബ്തലീഹി, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരീക്ഷണമാണ് ഈ ജീവിതം, പരീക്ഷണമാണ് നമ്മുടെ മരണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല.
ജീവിതവും മരണവും പരീക്ഷണമാണ് കൂട്ടരെ. ഇത് കളിയല്ല, ഇത് തമാശയല്ല. ദുനിയാവിന്റെ പളവളപ്പുകളിൽ അങ്ങ് ജീവിച്ച് മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യരെ കരുതേണ്ടതില്ല. ഈ ജീവിതം പരീക്ഷണമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് നന്ദിയുള്ളവരാകാനുള്ള അവസരമുണ്ട്, നന്ദികേട് കാണിക്കാനുള്ള അവസരവുമുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇവിടെ നന്ദി കാണിക്കാം, നന്ദികേട് കാണിക്കാം. ഏറ്റവും വലിയ നന്ദി എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച സട്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ, ഏറ്റവും വലിയ നന്ദികേട് എന്നുള്ളത് സൃഷ്ടിച്ചത് റബ്ബാണെങ്കിൽ, അന്നം നൽകുന്നത് റബ്ബാണെങ്കിൽ, നിയന്ത്രിക്കുന്നത് റബ്ബാണെങ്കിൽ, ആ റബ്ബിനെ വിട്ടുകൊണ്ട് അല്ലാഹുവല്ലാത്ത മനുഷ്യരിലേക്ക് കൈകൾ നീട്ടലാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വല്ലാത്ത ഒരാശയമുണ്ട്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ, കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളിലേക്ക് കൈകൾ നീട്ടുന്നവരെ, നിങ്ങളെപ്പോലെ ദുർബലന്മാരായ മനുഷ്യരുടെ അരികിലേക്ക് കൈകൾ നീട്ടുന്നവരെ, മരണപ്പെട്ട മനുഷ്യരുടെ ജാരങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്നവരെ, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, ഇബാദുൻ അംസാലുക്കും. അവർ നിങ്ങളെപ്പോലുള്ള ഇബാദുകളാണ്, മനുഷ്യരാണ്. കണ്ണുണ്ടെങ്കിൽ അവർ കാണും, കാതുകൊണ്ട് അവർ കേൾക്കും, കൈകൾ കൊണ്ട് പിടിക്കും. അങ്ങനെ കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന നിങ്ങളെപ്പോലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിരുന്ന ദുർബലന്മാരായ മനുഷ്യരാണ്, ഇബാദുകളാണ്. പ്രിയമുള്ളവരെ, ഇബാദുകളിലേക്കാണോ, മനുഷ്യരിലേക്കാണോ, ദുർബലന്മാരായ ആളുകളിലേക്കാണോ നമ്മൾ കൈകൾ നീട്ടേണ്ടത്? പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യാ അയ്യുഹന്നാസ്, ഖുർആനിന്റെ വിളിയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്. നിങ്ങളൊരു ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു ഉദാഹരണം ഇതാ നിങ്ങൾക്ക് പറയപ്പെടാൻ പോവുകയാണ്, അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബാ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ മതക്കാരുണ്ടല്ലോ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുണ്ടല്ലോ. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാകട്ടെ, അവരാരും ഒരീച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ഒരു 10 മില്ലിഗ്രാം ഭാരം വരുന്ന ഒരു കൊച്ചു പ്രാണിയെപ്പോലും, ഒരീച്ചയെപ്പോലും ഈ ലോകത്ത് സൃഷ്ടിക്കാത്ത മനുഷ്യരോട്, ദുർബലന്മാരോട്, അവരോടാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ദുർബലന്മാരാണ്. നമുക്ക് വേണ്ടത് ദുർബലന്മാരായ നമ്മളെപ്പോലുള്ള മനുഷ്യരോടല്ല പ്രാർത്ഥിക്കേണ്ടത്. ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ, ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ച, അവർക്കന്നം നൽകുന്ന, അവരുടെ ഉപജീവനം നൽകുന്ന ആ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ ഒരു വിളിയുണ്ട്. ഖുൽ, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, വേദക്കാരെ, വേദം നൽകിയവരെ, വേദങ്ങളിലൂടെ ദർശനങ്ങൾ പഠിച്ചവരെ, തആലൗ, തആലൗ, നിങ്ങൾ കടന്നു വരിക, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കിടയിൽ തർക്കമില്ലാത്തൊരാദർശത്തിലേക്ക്, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരാദർശത്തിലേക്ക്. അതേതാണെന്നറിയുമോ? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രികു ബിഹി ശൈആ. ആ റബ്ബല്ലാതെ, സൃഷ്ടിച്ച സട്ടാവിനെയല്ലാതെ മറ്റൊരാളെ ആരാധിക്കരുത് എന്ന ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക്. ആ റബ്ബിൽ, സൃഷ്ടിച്ചത് റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് ഏതെങ്കിലും ദുർബലന്മാരായ മനുഷ്യന്മാരെ, പറഞ്ഞയക്കപ്പെട്ട പ്രവാചകന്മാരെ, നാട്ടി നിർത്തിയ മരങ്ങളെ, പുണ്യപുഷ്പങ്ങളെ, ജാരങ്ങളെ ഒന്നിനെയും പങ്കു ചേർക്കരുതേ എന്ന ആദർശത്തിലേക്ക് തആലൗ, മറ്റു മതക്കാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കടന്നു വരണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമുണ്ട്. ഇനി അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ഫഖൂലു ശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങളുടെ നെറ്റിത്തടം ഇതാ ഒരു ജാറത്തിന്റെ മുന്നിലും, ഒരു മക്ബറയുടെ മുന്നിലും, ഒരു മനുഷ്യന്റെ മുന്നിലും, ഒരു ബാവയുടെ മുന്നിലും, ഒരു ബീബിയുടെ മുന്നിലും, ഒരു തങ്ങളുടെ മുന്നിലും, ഒരു വസ്തുക്കളുടെ മുന്നിലും, റബ്ബല്ലാത്ത, ഞങ്ങളെ സൃഷ്ടിച്ച സട്ടാവല്ലാത്ത ഒരാളുടെ മുന്നിലും ഞങ്ങളുടെ നെറ്റിത്തടങ്ങൾ ഞങ്ങൾ വെക്കുകയില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ആ റബ്ബിന് കീഴൊതുങ്ങിയവരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറം ഈ ഏറ്റവും വലിയ സത്യം നമ്മൾ തിരിച്ചറിയും.
ആ സമയത്ത് മനുഷ്യരുടെ സങ്കടങ്ങളുണ്ട്, മനുഷ്യരുടെ തേങ്ങലുകളുണ്ട്. അവർ തിരിച്ചു മടക്കാൻ റബ്ബിനോട് ആവശ്യപ്പെടും. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ആ മരണം നിങ്ങളുടെ തൊണ്ടക്കുടിയിലേക്ക് എത്തിയാൽ, ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് എല്ലാ അഹങ്കാരങ്ങളും, നമ്മുടെ സമ്പത്തിൻ്റെ, നമ്മുടെ തറവാടിത്തത്തിൻ്റെ, നമ്മളുടെ അധികാരത്തിൻ്റെ, നമ്മുടെ പൊങ്ങച്ചത്തിൻ്റെ എല്ലാം ഇട്ടൊഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് നമ്മൾ അറിയുമ്പോൾ റബ്ബിനോട് പറയുമെന്നാണ്, ഒന്ന് മടക്കി അയക്കണേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷിച്ച അമലുകളുണ്ട്, അത് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, പിന്നീട് അവസരങ്ങളില്ല. ഈ ദുനിയാവ് അമലിന്റെ ലോകമാണ്. പ്രിയമുള്ളവരെ, ഇതാണ് അമലിന്റെ ലോകം. മരണം വിളിച്ചാൽ അമലിന് സമയമില്ല, അമലിനുള്ള അവസരങ്ങളില്ല. അതുകൊണ്ട് നന്മകളിലേക്ക് ധൃതിപ്പെടണേ. ഒരു അധ്യാപകൻ 2 വിദ്യാർത്ഥികളെ വിളിച്ച് അവരുടെ കയ്യിൽ ഒരു കോയിൻ നൽകി, 1 രൂപ നൽകിയിട്ട് പറഞ്ഞു, ഒരു റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ റൂമിൽ 1 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അത് നിറക്കണം. 2 വിദ്യാർത്ഥികളും ഉടനെ അവരാ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒരുത്തൻ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടുവന്ന് ആ റൂമിൽ നിറച്ചു. അധ്യാപകൻ വന്നു നോക്കുമ്പോൾ മാലിന്യങ്ങളാണ്, ദുർഗന്ധമാണ്. രണ്ടാമത്തവൻ, അവനും ആ 1 രൂപ കൊണ്ട് എന്തോ 2 വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. അധ്യാപകൻ ചെന്ന് നോക്കിയപ്പോ അവൻ ഒരു മെഴുകുതിരി വാങ്ങി വെളിച്ചം നിറച്ചിരിക്കുന്നു, ഒരു ചന്ദനത്തിരി വാങ്ങി സുഗന്ധം നിറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, 2 പേർക്കും കിട്ടിയത് ഒരേ കോയനാണ്. ലോകത്തെല്ലാ മനുഷ്യർക്കും ഒരേ ആയുസ്സാണ്, ഒരേ സമയമാണ്. അതിൽ മാലിന്യങ്ങൾ നിറക്കാതെ സംഗീതത്തിന്റെ, ലഹരിയുടെ, തോന്നിവാസങ്ങളുടെ, ആർഭാടത്തിന്റെ പിറകെ പോയി അങ്ങനെ മാലിന്യങ്ങൾ ജീവിതത്തിലേക്ക് വാരിക്കൂട്ടാതെ ലോകത്തിന് വെളിച്ചം പകരാൻ, ലോകത്തിന് സുഗന്ധം പകരാൻ, ലോകത്തിന് ഈ നന്മയുടെ സന്ദേശം പകരാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.